ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു കഥയാണ് പറയുന്നത്. അതായത് സുഖിമാനും ദുഃഖിമാനും. സുഖിമാനും ദുഃഖിമാനും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. സുഖിമാൻ അന്നന്ന് കിട്ടുന്നത് കൊണ്ട് വളരെ ആർഭാടമായി ജീവിച്ചു. അതായത് കിട്ടുന്ന പൈസയെല്ലാം ചിലവഴിച്ച് ജീവിച്ചു. ദുഃഖിമാനാകട്ടെ എന്നും കിട്ടുന്നതിൽ നിന്ന് അല്പം വീതം മിച്ചം വയ്ക്കുമായിരുന്നു. അയാൾ കുറച്ച് പൈസ മാറ്റി വയ്ക്കുമായിരുന്നു. അവൻ സമയം കിട്ടുമ്പോഴൊക്കെ സുഖിമാനോട് ഉപദേശിക്കും, പണം ഇങ്ങനെ ദൂർത്തടിക്കരുത്, നമുക്ക് നാളെക്കുറിച്ചുകൂടി ഒരു ചിന്ത വേണം. പക്ഷേ സുഖിമാൻ അവനെ കളിയാക്കി ചിരിച്ചതേയുള്ളൂ. അങ്ങനെയിരിക്കെ ഒരിക്കലൊരു ഗ്രാമത്തിൽ കടുത്ത ക്ഷാമം പിടിപെട്ടു. എങ്ങും കടുത്ത ദാരിദ്ര്യം. പണമോ പണിയോ കിട്ടാതെയായി. ആഹാരവും ഇല്ല, വെള്ളവുമില്ലാതെ ജനങ്ങളെല്ലാം വളരെ വിഷമിച്ചു. ആ സമയം ദുഃഖിമാന് തൻ്റെ ശേഖരം ഉണ്ടായതിനാൽ വിഷമിക്കേണ്ടി വന്നില്ല. സുഖിമാനാകട്ടെ വിശന്ന് വലഞ്ഞ് ചാകാറായി. ദുഃഖിമാന്റെ മുന്നിലെത്തി. അവനെ കണ്ട് മനസ്സലിഞ്ഞ ദുഃഖിമാൻ കൂട്ടുകാരന് വയറ് നിറയെ ഭക്ഷണവും വസ്ത്രവും നൽകി. എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, അന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുമ്പോൾ നീ എന്നെ കളിയാക്കുമായിരുന്നില്ലേ? ഇപ്പോൾ മനസ്സിലായോ? അന്ന് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ? സുഖിമാന് തൻ്റെ തെറ്റ് ബോധ്യമായി. പിന്നീട് ഒരിക്കലും അവനൊരു ധൂർത്തനായിട്ടില്ല. പിന്നെ അന്നു മുതൽ അവൻ കിട്ടുന്ന പണം കുറച്ചായി ശേഖരിച്ച് ഇല്ലാത്ത കാലത്ത് ഉപയോഗിച്ച് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. ഓക്കെ, താങ്ക് യു.